സദ്ഭാവന ദിനം ആചരിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ DCCയിൽ നടന്ന പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണത്തിനും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. നേതാക്കളായ പ്രൊഫസർ AD മുസ്തഫ, KPCC ട്രഷറർ VA നാരായണൻ, PT മാത്യു, VV പുരുഷോത്തമൻ, മുഹമ്മദ് ബ്ലാത്തൂർ, MP വേലായുധൻ, അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, വിജിൽ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ പ്രദേശങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടത്തുകയാണ്. രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകളെല്ലാം ഏറെ ഓർക്കപ്പെടുന്ന ഒരു ദിനങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഇന്ന് രാജ്യത്ത് രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ വികസനം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ IT രംഗത്തൊക്കെ തന്നെ വലിയൊരു കുതിച്ചുചാട്ടം രാജ്യത്തിനുണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് ഒരുപാട് പുതിയ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ കാലത്തിൻ്റെ ഭരണത്തിൻ്റെ ഇടയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് നമ്മളേറെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ IT വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ സമൂലമായ ഒരു മാറ്റം. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമുക്കറിയാം, നമ്മളേറെ വളരെ ആശങ്കയോടുകൂടി മുന്നോട്ട് പോയി. ഈ ഗവൺമെന്റ്, ഇന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് IT രംഗത്തും ഒക്കെ വലിയൊരു തകർച്ചയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി. കൃത്യമായ ഒരു പരീക്ഷ നടത്താൻ വേണ്ടി, കാരണം കുട്ടികളെ ഏറ്റവും ബാധിക്കുന്ന രാജ്യത്തിന്റെ വളർന്നു വരുന്ന പൗരന്മാരെ സൃഷ്ടിക്കേണ്ട ആ ഒരു സംവിധാനത്തെ മൊത്തം തകർക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ രാജ്യത്ത് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോഴാണ് ബഹുമാന്യനായ രാജീവ് ഗാന്ധിയുടെ ആ വളരെ